ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല തണുപ്പും മഴയൊക്കെയാണ് കേട്ടോ. കാരണം ഞാൻ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഉറങ്ങിയത്, അല്ലെങ്കിൽ ഫുള്ള് ജലദോഷവും എനിക്ക് പെട്ടെന്ന് തണവടിക്കും. അങ്ങനെ അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്, അതിന് പോകണം. അപ്പോൾ ഞാൻ ഇപ്പം എനിക്കുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് കെട്ടിയാലും ഇത് ഇങ്ങനെ മുടി കെട്ടിയണ്ടല്ലോ, ഇത് എന്റെ ഭയങ്കര ആഗ്രഹമുള്ള ഹെയർ സ്റ്റൈൽ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ മുടി കെട്ടിയാലും പിറ്റേ ദിവസം ആവുമ്പോ ഞാൻ ലെയറാ വെട്ടിയുടെ അത് കാരണം ഇവിടുന്നൊക്കെ ഉണ്ടോ പോരുന്നത്. ഈ ഭാഗത്ത് അത്ര പോരില്ല, ഈ ഭാഗത്ത് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിന്ന് പോരും. അങ്ങനെ അപ്പൊ നമുക്ക് എനിക്കുടനെ ഞാൻ ആദ്യം തന്നെ വെള്ളമാണ് കുടിക്കാറ്. നമുക്കപ്പോ എന്തായാലും ശംഖുപുഷ്പത്തിന്റെ വെള്ളം കുടിക്കാം കേട്ടോ. ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെച്ച ശംഖുപുഷ്പത്തിന്റെ വെള്ളമാണ്. നമുക്ക് ആദ്യം അത് കുടിക്കാം. അപ്പൊ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം. അപ്പോൾ ഇന്നലെ സന്ധ്യയ്ക്ക് മുന്നേ ഉണ്ടാക്കി വെച്ച നമ്മുടെ നീല ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഞായറാഴ്ച കൊണ്ടുവച്ചു കേട്ടോ. അടുക്കളയിൽ വെച്ച് കാണിക്കേണ്ട വെച്ചു, കാരണം ഒന്ന് അവിടെ ഇരുട്ടാണ്, രണ്ടമ്മ അവിടെ ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന തിരക്കിലാണ്. അപ്പം നമ്മൾ ആയിട്ട് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ഇത് നിറച്ച് എടുത്തുണ്ട്. ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ചായ. ഇനി നമുക്ക് ഈ ശംഖുപുഷ്പത്തിന്റെ ചായ കുടിക്കാം കേട്ടോ. ഇത് ഇരുന്ന് സമയം എടുത്ത് കുടിച്ചു തീർത്താൽ മതി. പെട്ടെന്ന് ഇങ്ങനെ ഒറ്റ ട്രിപ്പിന് അങ്ങനെ കുടിച്ചു തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പതുക്കെ പതുക്കെ കുറച്ച് സിപ്പ് 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 പോലെ എടുത്ത് കുടിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് കുടിക്കാം. പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഏറ്റവും അധികം കഴിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഫുഡ് ഇതായിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്കത് വയറ് കുറയ്ക്കാനും വെയിറ്റ് ലോസിനും നമ്മുടെ ബ്ലഡ് പ്യുവർ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും പതുക്കെ പതുക്കെ ഇതിരുന്ന് കുടിക്കട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഒരു വിലപ്പെട്ട കമന്റ് അവിടെ താഴെ കമന്റ് ബോക്സിൽ അങ്ങ് ഇട്ടേക്കുക കേട്ടോ. അങ്ങനെ ഇത് കുടിച്ചതിന് ശേഷം എൻ്റെ തല ആകെ എണ്ണയില്ലാണ്ട് ഒരു വിധായിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് അഴിക്കാം, എന്നിട്ടൊന്ന് ചൊറിഞ്ഞിരിക്കാൻ തല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് TV കാണുന്നതിന്റെ ഇടയ്ക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്കോ, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഈ വെള്ളം കുടിക്കാവുന്നതാണ്. അതുപോലെ അടുത്ത് ഒരു വേണ്ടതാണ്, നമ്മൾ തലമുടി വളർത്താൻ ഉദ്ദേശിക്കുകയാണ്, തലമുടി മുടി കൊഴിച്ചിൽ മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് തലമുടിയുടെ ഉള്ളു കൂട്ടാൻ, അതായത് ഹെയർ കെയറിനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, തല നന്നായി മസാജ് ചെയ്യണം. ചൊറിയലല്ല കേട്ടോ. ചൊറിയൽ പറഞ്ഞത് ഇങ്ങനെ 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 ഇരുന്ന് ചൊറിയലല്ലേ, ഇതങ്ങനെയല്ല. നമ്മുടെ ഈ വിരലിന്റെ തുമ്പ് എടുത്ത്, നഖല്ല തുമ്പ്, നഖം എന്തിനു ഉപയോഗിക്കുക, തല ചൊറിയാനല്ലേ. പക്ഷെ ഇത് വിരലിന്റെ ടിപ്പ് എടുത്തിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ചൊറിയുമ്പോ എന്താ വെച്ചാൽ നമുക്ക് അവിടുത്തെ കടി മാറുകയാണ് ചെയ്യണേ ഇങ്ങനെ ചൊറിയുമ്പോ. പക്ഷെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ നമ്മുടെ അവിടുത്തെ രക്തയോട്ടം കൂടുകയാണ് കേട്ടോ ചെയ്യണേ. ഇങ്ങനെ പതുക്കെ ഈ നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇത് രണ്ടും ഒറ്റയ്ക്ക് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ഒന്ന് തലയിൽ എണ്ണ തേക്കണം, ആകെ ഡ്രൈ ആയി. അപ്പൊ ഇത്തിരി എണ്ണയൊക്കെ തൊട്ട് പരട്ടണം. ഞാൻ മസാജ് ചെയ്യുമ്പോ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങി, ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ 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 പോയി അത് താഴെ വരെ ബാക്കിൽ വരെ എത്തും കേട്ടോ.
നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത്, ആദ്യം നടുന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, ഇനി സൈഡിൽ നമ്മുടെ ഈ ചെവിയുടെ മുകളിലായിട്ട് തുടങ്ങും. പതുക്കെ ഇങ്ങനെ നമുക്കപ്പൊ ചൊറിയും കിട്ടും. ആ ചെവിയുടെ ഭാഗമൊക്കെ ആകുമ്പോ നമുക്ക് തല കടിക്കുന്ന മെയിൻ സ്ഥലങ്ങളാ. ഇങ്ങനെ ഈ ചെവിയുടെ ഈ സൈഡിൽ തന്നെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ എല്ലാ മുടിയും ഫ്രണ്ടിലേക്ക് ഇടുക. എന്നിട്ട് കാണുന്നുണ്ടോ, ഇവിടെ നമ്മൾ കറക്റ്റ് ഈ കഴുത്തിന്റെ ബാക്കില് നമ്മുടെ സ്പൈനൽ കോഡ് ആരംഭിക്കില്ലേ, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പതുക്കെ 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 നമ്മൾ നേരത്തെ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാട്ടോ. അത് കഴിഞ്ഞ് ഈ ചെവിയുടെ ബാക്കിൽ നിന്ന് ആരംഭിച്ച് പതുക്കെ 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 ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് എത്തിക്കുക. ഇത് ഓരോന്നും ഒരു ഡയറക്ഷനിൽ 5 തവണ ചെയ്യാട്ടോ. അപ്പൊ തന്നെ നിങ്ങളുടെ സ്കാൽപ്പില് രക്തയോട്ടം കൂടും. അപ്പൊ എന്തായാലും ഞാൻ ഇതെന്തായാലും ചെയ്യട്ടെ. അപ്പോ എന്റെ തലയില് ഞാൻ മസാജ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ തലയിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് പുരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തല ആകെ ഡ്രൈ ആയിരുന്നു. അപ്പൊ ഞാൻ എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ നമ്മുടെ കുഞ്ചിയമ്മ കിട്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. റബ്ബർ ബാൻഡാണ് ഇട്ടേക്കണ്ടേ, 2 എണ്ണം ഇട്ടുണ്ട് സപ്പോർട്ടിന്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പൊ എന്തായാലും അത് ചിലപ്പോ ഒന്ന് അവിടുത്തെ കല്യാണത്തിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഫുഡ് ആവുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും ലൈറ്റ് ആയിട്ട് പിടിക്കാന്ന്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ രാവിലെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടി, 1 ഈന്തപ്പഴം, 3 ബദാമാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു റോബസ്റ്റ പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ റോബസ്റ്റ പഴം ആ തണ്ടുമെന്നൊന്ന് ഒടിച്ചതാണ്. പരിവം ഇങ്ങനെയായി മുറിഞ്ഞിട്ടാണ് കിട്ടിയത്, പണി കിട്ടി. അതാണ് ഞാൻ ഇതിങ്ങനെ പിടിച്ച് കാണിച്ചത് കേട്ടോ. അപ്പൊ നമുക്കിത് എന്തായാലും കഴിക്കാം കേട്ടോ. എനിക്ക് ഈ കപ്പലണ്ടി എന്ന് പറയുന്നത് വറുത്ത കപ്പലണ്ടി അല്ല, പച്ചക്കപ്പലണ്ടിയാണ്. അത് കാരണം കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ ഒക്കെ പ്രോട്ടീനാണ്, നമ്മുടെ എല്ലുബലൊക്കെ വെക്കാൻ നല്ലതാണ്. ആദ്യം പഴം കഴിക്കാല്ലേ. ഇനി ഞാൻ എന്റെ കുരു ചുരുങ്ങി നീങ്ങുന്നുണ്ടോ, ഞാൻ കറ്റാർവാഴ തേച്ചപ്പോ. പിന്നെ നമ്മളൊന്നും തേച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തെ സാധനങ്ങളൊക്കെ തന്നെ ശരിയാവട്ടെ. നമ്മുടെ മുഖത്തിന്, നമ്മുടെ സ്കിന്നിന് ഒരു കഴിവുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സ്വയം റെഡിയാക്കാനുള്ള കഴിവ് നമ്മുടെ സ്കിന്നിനുണ്ട് കേട്ടോ. പഴം കുറെ നാളായി ഞാൻ റോബസ്റ്റ പഴം കഴിച്ചിട്ട്. ചെറുപഴമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്, നേന്ത്രപ്പഴം ഇടയ്ക്ക് വാങ്ങാറുണ്ട്. റോബസ്റ്റ വീട്ടിൽ അങ്ങനെ വാങ്ങാറില്ല. എന്നാലും ഞാനിത് കണ്ടപ്പോ വീട്ടിലിരിക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ വാങ്ങി വെച്ചേക്കാണ് വിചാരിച്ചേ. ഞാൻ എന്നിട്ട് നോക്കിയപ്പോ അച്ഛൻ ഇരുന്ന് ഇങ്ങനെ പച്ചക്കായ തിന്നുന്നത് എന്താച്ചു, എങ്ങനെ പച്ചക്കായ തിങ്ങനെ. അപ്പൊ നോക്കിയപ്പോഴാണ് റോബസ്റ്റയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇത് നമ്മുടെ കേടായതല്ല, മുറിഞ്ഞപ്പോ പണി കിട്ടിയ ഭാഗം കൂടി കഴിക്കാം. സക്സസ്, നമ്മൾ ഇതിന്ന് എടുത്തേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷെ നേന്ത്രക്കായാണ്. നന്നായി തൊലി കറുത്ത് വന്നില്ലേ. കുറെ പേർക്ക് ഇഷ്ടമില്ല, എന്റെ വീട്ടിലാർക്കും അങ്ങനത്തെ നേന്ത്രക്കായ ഇഷ്ടമില്ല. ഞാൻ ഇന്നും കൂടി ഒന്ന് അലോവേറ ഇട്ട് ഒന്ന് മസാജ് ചെയ്യാന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വേണം കുളിച്ച് പോവാൻ. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്, ലുലു ഹൈപ്പർ മാർക്കറ്റില്.
ആണെന്ന് വാങ്ങിയത്. ഇവിടെ അടുത്ത് കുട്ടല്ലൂര് ഭാഗത്ത് ഹൈലൈറ്റ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും താഴത്തെ നിലയില് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആണ്. അവിടെ പോയാ പച്ചക്കറിക്കൊന്നും ലാഭമില്ല, വലിയ സാധനങ്ങൾക്കൊന്നും ലാഭമില്ല. പക്ഷെ നട്ട്സ് ഐറ്റംസ്, സീഡ്സ്, അതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. എനിക്ക് ശരിക്കും ഇത് ഞാൻ കുതിർക്കാണ്ടാണ് വെച്ചേനെ. കുതിർത്തെങ്കിൽ ഞാൻ ഈ റോബസ്റ്റ് ഒക്കെ ഇട്ട് അടിച്ച് കഴിച്ചേനെ. അപ്പൊ എന്തായാലും നമുക്ക് നാളെ അങ്ങനെ ഒരു ഷെയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്മൂത്തി മോഡൽ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എനിക്ക് ഈ ബദാമിന്റെ തൊലി ഭയങ്കര ഹാർഡാ. അപ്പൊ കുതിർക്കാണ്ട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷെ ഞാൻ ഇത് പെട്ടെന്നാണ് തീരുമാനിച്ചത്, ഇങ്ങനത്തെ കഴിക്കാം. ഇന്ന് രാവിലത്തെ ചോറൊന്നും കഴിക്കണ്ടെന്ന്, പലഹാരമൊന്നുമില്ല, ചോറാണ്, ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ബദാമിന്റെ ഉള്ളിലത്തെ വെള്ള ടേസ്റ്റ് ഉണ്ടെങ്കിലും ഈ തൊലി ഭയങ്കര ഭയങ്കര ഹാർഡാ. ബദാം കഴിക്കുമ്പോൾ വർത്താനം പറയാൻ പറ്റില്ല. അതായത് ഒന്ന് ഇറക്കി കഴിഞ്ഞാൽ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ അടിക്കാറുണ്ട് കേട്ടോ. ആർക്കൊക്കെ അങ്ങനെ ബദാം കഴിക്കുമ്പോ തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന പോലെ ഫീൽ അടിക്കാറുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തായാലും കഴിക്കട്ടെ. ഇങ്ങനെ നമുക്ക് സ്കിൻ കെയർ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതാ ലാസ്റ്റ് പഴംതൊലിയും ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുവും മാത്രമായിട്ടുണ്ട്. പിന്നെ അതാ ഒരു കപ്പ് വെള്ളവും കുടിച്ച് വെറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു കറ്റാർ വാഴയുടെ ഒരു ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിതാ, ഒരു ബൈക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിന് സൗണ്ട്. ഞാൻ ആദ്യം എന്റെ കുരു കൊടുത്തു കാര്യമായിട്ടൊന്ന് പ്രസ് ചെയ്യും. എന്നിട്ട് ഞാൻ കവളിക്ക് ഇങ്ങനെ, നമ്മള് വെറുതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, സർക്കിളായിട്ട് ചെയ്യാം കേട്ടോ. തുമ്മലൊക്കെ എഴുന്നേറ്റാൽ മിക്ക ദിവസങ്ങളിലും ജലദോഷം ഉണ്ട് ഗൈസ്. അപ്പൊ ഇതാ ഞാൻ കണ്ണിന്റെ അടിയിലൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ അലോവേറ ഉണ്ടല്ലോ, നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഇതേ ക്യൂബ് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മൂത്ത് ചെയ്താണ്ടല്ലോ ഇത്തിരിയും കൂടി എഫക്റ്റ് ആയി. ഇപ്പൊ നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ നാച്ചുറൽ ബ്ലഷ്, നമ്മുടെ കവളൊക്കെ ചോന്ന് തുടുത്തു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബ്ലഷ് നിങ്ങൾക്ക് ബ്ലഷ് ഇടാണ്ട് തന്നെ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെറുതെ ഐസ് ക്യൂബ് ഇട്ട് ഇങ്ങനെ റബ്ബ് ചെയ്താലും മതി. അതിനേറ്റവും എഫക്റ്റ് ആണ് അലോവേറ ക്യൂബ് തിളപ്പിച്ച ശേഷം ഇങ്ങനെ മൂത്ത് ഒരസുന്നത് കേട്ടോ. ഇതാ നന്നായി കവളത്തൊക്കെ ചെയ്യുക, സർക്കുലർ മോഷനിൽ വേണം ചെയ്യാൻ. പിന്നെ ഈ അലോവേറയുടെ ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് അതുകൊണ്ട് വേണം നമ്മള് കണ്ണിന്റെ അടിയിൽ ചെയ്യാൻ. അല്ലാണ്ട് ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ട് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്, ഇതിന് ഇത്തിരി വീതി കൂടുതലല്ലേ, ഇത് ഇത്തിരി വീതി കുറവാ. അപ്പൊ അതാണ് കണ്ണിന്റെ അവിടേക്ക് കൂടുതൽ നല്ലത് കേട്ടോ. പതുക്കെ ചെയ്താൽ മതി. അവിടെ കൂട്ടാൻ കാച്ചിയാണ്, അത് ഇടയ്ക്ക് ചുമയൊക്കെ കഴിക്കണം കേട്ടോ. വെണ്ടയ്ക്കുപ്പേരി വെച്ചാണ്. ചുണ്ടുമീൻ ചെയ്യാം. പിന്നെ മൂക്കിന്റെ സൈഡില് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ. ഇങ്ങനത്തെ സാധനം വെച്ച് ഇങ്ങനെ സർക്കുലർ തന്നെയാണ്. എനിക്ക് വെറുതെ ഉരയ്ക്കണേക്കാട്ടും വെറുതെ ഇങ്ങനെ സർക്കുലർ ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് തോന്നിക്കണേ കേട്ടോ. നമുക്ക് നെറ്റിയിലേക്ക് പോവാം. പിരികെ കണ്ണിന്റെ മുകളില് പിരികത്തിന്റെ അവിടെ സർക്കുലർ ആയിട്ട്, ഈ കണ്ണിന് ചുറ്റും ഒരു സർക്കുലർ ആയിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിത്തെ ജെല്ലീസ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല തോന്നുക വെച്ചാ നമ്മുടെ നഖം കൊണ്ടുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി ഒന്ന് ഓട്ടോട്ട പോലെ ഇങ്ങനെ ജസ്റ്റ് ഞെക്കുമ്പോ ഇങ്ങനെ കുഴി വരും. അപ്പൊ ഇതിനുള്ളിലത്തെ ജെല്ലിയും കൂടി
പുറത്തേക്ക് കാണാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ അത് ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി ജെല്ലീസ് നമുക്ക് കിട്ടും. കണ്ണിന്റെ അടിയിൽ നന്നായി ചെയ്തെടുക്കുക. ഡെയിലി ചെയ്താൽ നമ്മുടെ കണ്ണിന്റെ അടിയിലത്തെ കറുപ്പൊക്കെ എന്താ അതിന് ഇംഗ്ലീഷിൽ പറയാ, ഡാർക്ക്നെസ്, അണ്ടർ ഐത്തെ ഡാർക്ക്നെസ് ഒക്കെ പോവും. ഇനി കഴുത്തിനും ചെയ്യാട്ടോ. കഴുത്ത് ചെയ്ത് ഇനി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് വാട്ടറി കൺസിസ്റ്റൻസ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മഞ്ഞപ്പൊടി തൈരൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാട്ടോ. അപ്പൊ ഇത്തിരി കൂടി നല്ലതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പാക്ക് പോലെയില്ല. ഞാൻ ജസ്റ്റ് ഒരു ക്ലൻസിങ് പോലെയാണ് ഇത് ഉദ്ദേശിക്കണം. മോയ്സ്ചറൈസറും കിട്ടും, ആ സമയം നമ്മുടെ ഇങ്ങനെ റൗണ്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു മസാജും കൂടിയാണല്ലോ. അങ്ങനെ ഇത് കാര്യമായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ താടിയില്ലേ, നമ്മുടെ ജോ ലൈൻ, അവിടെ എങ്ങനെ ഇത് ചെയ്യാച്ചാ ഏകദേശം ജെല്ലി കഴിഞ്ഞ പോലേക്ക് തോന്നുന്നു കേട്ടാ. അപ്പൊ ഞാൻ വീണ്ടും നഖത്തോണ്ട് കുത്തി കുത്തി ഒട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണ പോലെ കേട്ടോ. ഇങ്ങനെ ആദ്യം വരെ ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യും, സർക്കുലർ ആയിട്ടേ. എന്നിട്ട് കഴുത്തൊന്ന് ഇങ്ങനെ പിടിച്ച, അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നേക്കാട്ടും കൂടുതലേക്ക് എഫക്റ്റ് തോന്നിയിട്ടുള്ളത് കഴുത്തൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതാണ്. റബ്ബ് ചെയ്യാം. ഇനി വേറൊരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാവേ. അത് ഇനി വെച്ചാൽ ഞാൻ പണ്ട് കൊറോണ ടൈമിൽ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാ. നമ്മുടെ പഴന്തൊലി, എന്തായാലും ഇപ്പൊ പഴന്തൊലി ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. നേന്ത്രപ്പഴം ഏത് പഴമായാലും കുഴപ്പമില്ല, അത് കഴിച്ചിട്ട് അതിന്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, അത് വെച്ച് നമ്മുടെ പല്ലിയത്തെ മഞ്ഞ കളറൊക്കെ പോവാനായിട്ട് ഇങ്ങനെ പല്ലേക്കണ പോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു തവണ ചെയ്തു, പക്ഷെ എനിക്ക് വലിയ എഫക്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. ചിലപ്പോ ഒരു തവണ ചെയ്തോണ്ടാണ് എഫക്റ്റ് തോന്നാത്തത്. നിങ്ങളുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ, കുറെ നാളായി ചെയ്ത് നോക്കിയിട്ട്. ഇങ്ങനെ ഇങ്ങനെ ശരിക്കും ഒരു പല്ലേക്കണ മെത്തേഡാ. ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ. പണ്ട് അമ്മൂമ്മമാര് ഉമ്മിക്കീരി ഇട്ട് തേക്കണ മതിയായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉമ്മിക്കീരി നന്നായി തേച്ച ആളാ. നേന്ത്രപ്പഴം തേച്ചപ്പോ ഇത്ര കുഴപ്പമില്ല. റോബസ്റ്റ് എനിക്ക് കടിക്കുന്നു തോന്നി. അപ്പൊ ഞാൻ എന്തായാലും ഇനി പോയി കുളിക്കട്ടെ. ഒരു 11 മണിക്ക് മുമ്പ് നമുക്ക് പള്ളിയിലെത്തണം. ഇപ്പൊ തന്നെ 10 മണി കഴിഞ്ഞു. ഇനി കുളിയും നനയും ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരുമ്പലും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കാണിച്ചു തരാം. അപ്പം ഞാൻ കല്യാണത്തിന് പോകാൻ നന്നായി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ മേക്കപ്പ് ചെയ്യണ വീഡിയോ കാണിക്കാഞ്ഞത്. മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇട്ടു, അതാണ് മുഖം ബ്രൈറ്റായി തോന്നണേ. പിന്നെ ഒരു കല്ലിൻ്റെ പൊട്ട് കിട്ടും കേട്ടോ. ഇത് ഇത്തിരി ഫ്ലവർ ഡ്രസ്സാണ്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ സാധാരണ ശാന്താണ് തൊടാറ്, അതത്ര മാച്ചാവില്ല. അപ്പം ഞാൻ കല്ലുപൊട്ട് തൊട്ടു കേട്ടോ. പിന്നെ ഒരു വെള്ള മുത്തുകമ്മലിട്ടു, പിന്നെ ഒരു വെള്ളമാല ഇട്ടു, പിന്നെ വളയിട്ടു. ഇപ്പുറത്തെ കൈത്തെ വള ഞാൻ കാണിച്ചു തരാം. ഒരു വള ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ സെറ്റായി. മുടിയുടെ ബാക്കിൽ ക്ലിപ്പുണ്ട് കണ്ടോ, ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ്. ഞാൻ നാളെ ഓയിലിങ് ചെയ്യുമ്പോൾ തലയിൽ കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്ലിപ്പാണ്. അപ്പോൾ ഇന്ന് ഇതിനെന്താ പറയല്ലോ, ഈ ഡ്രസ് കോഡിനെ ഫ്ലോറൽ തീമിലാണ് ഞാൻ ഇന്ന് പോകുന്നത് കേട്ടോ. ഇനിയുണ്ട്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഞാൻ കണ്ണെഴുതിയില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എൻ്റെ മുഖം ഭയങ്കര ബ്രൈറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി കല്യാണത്തിന് കാണാം. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഉണ്ണിയാണ് കേട്ടോ പോകുന്നത്. അമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഉണ്ണിയും കൂടി നടന്ന് പോവാണ് കേട്ടോ. വല്ല ബസ്സിലും പൊക്കൂടെ ചോദിക്കുകയാണെങ്കിൽ അത്ര നടക്കാനില്ല കേട്ടോ. ഒരു 2 വീട് കഴിഞ്ഞാൽ അപ്പുറം നമ്മുടെ പള്ളി, കുറച്ചും കൂടി കഴിഞ്ഞാൽ
അമ്പലം അതിൻ്റെ എല്ലാം അടുത്തടുത്താണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തടുത്താണ് ഇങ്ങനത്തെ സെൻറ്ററൊക്കെ വരുന്നത്. അങ്ങനെ പള്ളിയിലെ പരിപാടികളാണ് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യം സ്നേഹമായി സൃഷ്ടിക്കുകയും ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഇങ്ങനെ ഞാനും മാത്രമായിട്ട് ഇങ്ങനെ പള്ളിയിൽ കല്യാണം കൂടാൻ പോകുന്നത്. ചടങ്ങുകൾ നമ്മുടെ ഞാൻ ഹിന്ദുവാണ്. അപ്പോൾ ഫുഡല്ലേ. ഇവിടെ നേരെ തിരിച്ചാണ്. കുറേ നേരം പ്രാർത്ഥന, കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡായാലും അല്ലെങ്കിൽ എന്തായാലും അങ്ങനെയാണ് ക്രിസ്ത്യൻസിൽ. അതും എല്ലാവരും കുറേ നേരം ഇതിനൊക്കെ വെയിറ്റ് ചെയ്ത് എല്ലാ പരിപാടിയും കഴിയണ വരെ നിൽക്കും കേട്ടോ. ഹിന്ദുക്കളുടെ എനിക്ക് വേറെ നമ്മുടെ കിട്ടി കഴിഞ്ഞ ഫുഡ് എന്നുള്ള ആ ഒരു മോഡൽ ചെറുതായി ഒന്ന് മാറ്റിയേ കൊള്ളാമെന്ന് എനിക്കുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇത്തിരി മടുപ്പിക്കേണ്ടത് ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഇനി നമ്മളിതാ അവിടെ നിന്ന് അവർ പള്ളി ഹോളിലായിരുന്നില്ല, വേറൊരു ഹോളിലായിരുന്നു കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നിട്ടായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ഞങ്ങൾ. വീട്ടുകാരെന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അത് കാരണം കൊണ്ടിരുന്നു ഞങ്ങൾക്കിതാ അവർ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മണ്ഡപത്തിലെത്തിയത് കേട്ടോ. ഇതാണ് മണ്ഡപം. നിറച്ച് എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിറച്ച് വണ്ടികളായിരുന്നു. ഇത് എൻ്റെ അമ്മയുടെ കുടുംബശ്രീ, ഞങ്ങളിവിടെ സംഘം എന്നാണ് പറയാം. അപ്പോൾ അതിലെ ചേച്ചിയുടെ മകളാണ്. അത് കൂടാനിട്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ ചേച്ചി ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇറങ്ങാറായി. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ശരിക്കല്ലേ നോക്കുകയാണ്. ഇതാണ് ഹോള് ഫുള്ള് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമുള്ള അലങ്കാരമായിരുന്നു. ഇത് കല്യാണമല്ല, ഇത് മനസ്സമ്മതമാണ് കേട്ടോ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ഒരു ഫോട്ടോ. നമ്മൾ എടുക്കുന്ന ഫോട്ടോ അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നമുക്ക് എത്ര കോപ്പിയാണോ അവരും കുറച്ചൊന്നും ഇതെല്ലാവരും ആ ഫോട്ടോ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അത് കാരണം ഫോട്ടോയും വീഡിയോ എടുക്കുകയാണ്. വേറൊരു സർപ്രൈസ് എനിക്ക് കിട്ടിയത് അവിടെ ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, നമ്മുടെ ഒരു അംഗനവാടി ഫ്രണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അന്ന. ഇപ്പോൾ കൈ കൊടുക്കുന്നില്ല, അവളാണ് അന്ന. എനിക്ക് പാട്ട് പാടും, അടിപൊളി പാട്ട് പാടുന്ന ആളാണ് എന്ന് അറിയായിരുന്നു കേട്ടോ. പക്ഷേ അത്രയൊന്നും ആങ്കർ ചെയ്യുന്ന എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. നല്ല ആങ്കറിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ബ്രൈഡും ഗ്രൂമൊക്കെ എൻ്റെയാണ് സ്റ്റേജിലേക്ക് കയറ്റി. പിന്നെ ഇതാ അതിൻ്റെ ഓരോ അർത്ഥങ്ങൾ പിന്നെ അന്ന് സൂപ്പറാണ്. അതും ഒരു ആങ്കറിൻ്റെ ഒരു ഇതാണ്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. പിന്നെ ഇതാ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഞാനായിരുന്നു ഇത് എന്ന് തെളിയിക്കാൻ വേണ്ടി എൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ കസിനെ കൊണ്ട് നിവേദിയെ കൊണ്ട് ഞാൻ എടുപ്പിച്ചതാണ് കേട്ടോ. ഐസ്ക്രീം കഴിക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു, ഒരു മഞ്ഞക്കളർ, വാനില, അങ്ങനെയൊക്കെ 3 എണ്ണം മിക്സായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഞങ്ങൾ തിരിച്ചിപ്പോൾ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ അപ്പം തന്നെ ഫോട്ടോ കിട്ടുന്നു. ആ ഫോട്ടോയാണിത്. നിൽക്കുന്നതൊക്കെ ഞാൻ നിന്നത് ചിരിക്കാതെയായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നില്ല കേട്ടോ. ചില സമയം ഞാൻ നന്നായി ചിരിക്കും, അപ്പോൾ ഭയങ്കര ഓവറായി തോന്നും ചിരി. ചില സമയം ഞാൻ ചിരിക്കാണ്ട് അത്ഭുതം കണ്ട പോലെ നിൽക്കും. അങ്ങനെ ഇത് ഏകദേശം അത്ഭുതം പോലെ ഉണ്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ. ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു 3 മണി, ആകെ ഒരു ചെറിയ വസ്തു. ഇന്നലെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് കാരണം ഇന്ന് എല്ലാവർക്കും മുടക്കായിരുന്നു. അത് കാരണം വീട്ടിലേക്ക് വരാനായിട്ട് പരിപാടി കൂടാനായിട്ട് കിട്ടിയത് കേട്ടോ. ഇന്ന് പക്ഷേ നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞുകാവ് ഇരിക്കുന്നുണ്ട്. ഞാൻ പാകത്തിട്ട് കാണിച്ചോണ്ടിരുന്നു. ഇനി വീട്ടിലെത്തിയിട്ട് വേണം
ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ